ഇന്നത്തെ ഒരു ദിവസം മെയ് ദിനമാണ്. അതിനോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത സിനിമാ പ്രേമികൾക്ക് ഒരിക്കലും മറക്കാനാവില്ല. ആ ബിഗ് എമ്മുകൾ കൂട്ടിമുട്ടുന്ന ദിവസമാണ്. നമുക്കറിയാം എത്രയധികം ആരാധകർ കാത്തിരുന്ന ഒരു ദിവസം എന്ന് തന്നെ പറയാം. പേട്രിയറ്റിൻ്റെ റിലീസ് ഇന്നാണ്. ആരാധകർ അക്ഷമയോടെ കാത്തിരിക്കുകയാണ്. 9/15 ആദ്യ ഷോ. മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രം എന്ന് മാത്രമല്ല, ആ ചിത്രത്തിൽ അവർ പങ്കുവെക്കുന്ന പ്രമേയം, അവരോടൊപ്പമുള്ള സഹതാരങ്ങളെല്ലാം തന്നെ ഒരു പാൻ ഇന്ത്യൻ ഫിലിമായിട്ട് പേട്രിയറ്റിനെ മാറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരാധകരുടെ ഒരു ആകാംക്ഷ അതിന് ഏറ്റവും പരകോടിയിൽ എത്തി നിൽക്കുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്ക് കൊച്ചിയിലേക്ക് പോകാം. അവിടെ തിയോഫിൻ ഒരിക്കൽ കൂടി തയ്യാറായിട്ടുണ്ട്. തിയോഫിൻ നോക്കൂ, 18 വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒരുമിച്ച് കാണുവാൻ സാധിക്കുന്ന ഒരു അവസരം, അതാണ് പേട്രിയറ്റ് നമ്മളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ദിവസം, എത്രത്തോളം ആരാധകർ അക്ഷമയോടെയാണ് കാത്തിരിക്കുന്നത്? 9/15 ആദ്യ ഷോ. തീർച്ചയായും മമ്മൂട്ടിയെ മോഹൻലാലിനെയും ഒക്കെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും ആരാധകർ ഏറെക്കാലമായി കാത്തിരിക്കുന്നതാണ് ഒരുമിച്ച് ഒരു സ്ക്രീനിൽ അവരെ കാണുന്നതിനായി. ആ കാത്തിരിപ്പ് ഇപ്പോൾ 18 വർഷത്തിന് ശേഷം ഇപ്പോൾ യാഥാർത്ഥ്യമാവുകയാണ്. ഇന്നിപ്പോൾ പേട്രിയറ്റിൻ്റെ റിലീസാണ്. മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്നത് മാത്രമല്ല, അതോടൊപ്പം തന്നെ മറ്റ് യുവ താരനിരകൾ ഈ ചിത്രത്തിലുണ്ട് എന്നുള്ളതാണ്. വലിയ താരബാഹുല്യമുള്ള ചിത്രമാണ്. 130ഓളം ദിവസം എടുത്താണ് ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ പൂർത്തിയാക്കിയത്. അങ്ങനെ ഒരു വലിയ ചിത്രം ബിഗ് ക്യാൻവാസിൽ ബിഗ് ബജറ്റിൽ തയ്യാറാക്കിയ സിനിമയാണ്. ആ സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. ഇന്നിപ്പോൾ 9 മണി കഴിയുമ്പോൾ ചിത്രത്തിൻ്റെ ആദ്യ ഷോ ആരംഭിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളത്തെ വനിതാ തിയേറ്ററിന് മുമ്പിലാണ്. പക്ഷേ വലിയ തിരക്ക് ഇപ്പോഴില്ല. സാധാരണ നമ്മൾ റിലീസിംഗ് ദിവസങ്ങളിൽ, മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടിരുന്നത് റിലീസിംഗ് ദിവസങ്ങളിലൊന്നും ആ തിയേറ്ററിൻ്റെ അടുത്തേക്ക് രാവിലെ മുതൽ അടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് കാരണം ഈ ഓൺലൈൻ ടിക്കറ്റിങ്ങിന് മുൻപുള്ളൊരു സമയമാണിത്. കാരണം ആരാധകരുടെ ബഹളവും തള്ളും ഒക്കെ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ടിക്കറ്റ് എടുക്കാനുള്ള തിരക്ക് കുറച്ച് പേരായിരിക്കും ബുക്ക് ചെയ്ത് വരിക. ഇപ്പോൾ അങ്ങനെയല്ല, മിക്കവാറും എല്ലാ ടിക്കറ്റുകളും ബുക്ക് ചെയ്തിട്ടുണ്ട്. തന്നെയുമല്ല, ഈ സിനിമയ്ക്ക് പേട്രിയറ്റിന് ആദ്യം മുതൽ തന്നെ ആരാധകർ കാത്തിരുന്നതാണ്. അപ്പോൾ ബുക്കിംഗ് തുടങ്ങിയത് മുതൽ തന്നെ ഓൺലൈനിൽ വലിയ ഒരു തിരക്കായിരുന്നു. ചൂടപ്പം പോലെ ടിക്കറ്റ് വിറ്റഴിയുകയും ചെയ്തിരുന്നു. അങ്ങനെ എല്ലായിടത്തും, മിക്കവാറും റിലീസിംഗ് തിയേറ്ററുകളിലെല്ലാം ഈ സിനിമയുടെ ടിക്കറ്റ് വിറ്റുപോയിട്ടുണ്ട്. അപ്പോൾ ടിക്കറ്റ് മുൻകൂട്ടി ബുക്ക് ചെയ്തവരാണ്. അതുകൊണ്ട് തന്നെ തിരക്കില്ല. സിനിമയുടെ സമയമാകുമ്പോഴേക്കും ആരാധകർ എത്തുകയുള്ളൂ. എന്തായാലും വലിയ കാത്തിരിപ്പ് ആരാധകർ ഉണ്ട്. അല്ലെങ്കിൽ വലിയൊരു കാത്തിരിപ്പിലാണ് ആരാധകരെല്ലാം. കാരണം രണ്ടുപേരെയും ഒരുമിച്ച് ഒരു സ്ക്രീനിൽ വർഷങ്ങൾക്ക് ശേഷം കാണുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഇതിനു മുമ്പ് ഇരുവരും ഒരുമിച്ചൊരു സിനിമ 2020 ആയിരുന്നു. ആ 2020 ഇറങ്ങിയിട്ട് 18 വർഷം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ കോളേജ്, സ്കൂൾ വിദ്യാർത്ഥികളൊന്നും ഈ തിയേറ്ററിൽ ഈ സിനിമ മമ്മൂട്ടിയും മോഹൻലാലിനെ ഒരുമിച്ച് ഒരു സ്ക്രീനിൽ കണ്ടവരാകില്ല. അതുകൊണ്ട് തന്നെ കാരണം ഇന്നും മമ്മൂട്ടിയും മോഹൻലാലിനെയും ഒക്കെ തന്നെയാണ് ഇപ്പോഴും പുതിയ കുട്ടികൾക്ക് പോലും ഇഷ്ടമുള്ള ഏറ്റവും പ്രധാന, അല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്ത് പറയുന്ന പേരുകൾ, മലയാള സിനിമ പ്രേക്ഷകരും ആരാധകരും ഒക്കെ പറയുന്ന പേരുകൾ മമ്മൂട്ടിയും മോഹൻലാലും തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സിനിമ, അവർ രണ്ടുപേരും ഒരുമിക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് വലിയ കാത്തിരിപ്പാണ് ആരാധകർ. അതൊന്ന് കാണാനുള്ള തയ്യാറെടുപ്പിലാണ്, ആ തിടുക്കത്തിലാണ്. ഒരുപക്ഷെ അക്ഷമരായി എല്ലാവരും കാത്തിരിക്കുകയാണ്. 9 മണി മുതൽ ഷോ ആരംഭിക്കും. എന്തായാലും ആദ്യ ഷോ കഴിയുമ്പോഴേക്കും നമുക്ക് ആ ചിത്രത്തിൻ്റെ ഒരു റിവ്യൂ ഒക്കെ അറിയാൻ കഴിയും. വലിയ പ്രതീക്ഷയാണ് ജനങ്ങൾ വെച്ച് പുലർത്തുന്നത്. പക്ഷേ ഒരു കാര്യം കൂടി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസം മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ നൽകിയ മറുപടികളിൽ, അല്ലെങ്കിൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണങ്ങൾ, പ്രത്യേകിച്ച് മമ്മൂട്ടി പറഞ്ഞത് ഇതൊരു മാസ് എൻ്റർടൈനർ സിനിമയൊന്നുമല്ല, മാസ് സിനിമയാണെന്ന് കരുതി പിന്നെ ഈ സിനിമയെ സമീപിക്കുകയും ചെയ്യേണ്ടതില്ല. ഒരു സാധാരണ സിനിമയാണ്, സാധാരണ കഥാപാത്രങ്ങളാണ്, അമാനുഷ്യ കഥാപാത്രങ്ങളൊന്നുമല്ല മമ്മൂട്ടിയും ഞാനും മോഹൻലാലും അവതരിപ്പിച്ചിരിക്കുന്നതെന്നുകൂടി മമ്മൂട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഒപ്പം വലിയ പ്രതീക്ഷയിലാണ്. കഴിഞ്ഞ ദിവസം അതുപോലെ തന്നെ മമ്മൂട്ടി മോഹൻലാലും ഒക്കെ വീഡിയോ കോളിൽ സംസാരിച്ചത്, അതൊക്കെ വൈറലായിരുന്നു. അതിൻ്റെ എല്ലാം ഒരു പിന്നാലെ ഈ സിനിമ കാണാനുള്ള ഒരു കാത്തിരിപ്പിലാണ് ആരാധകർ. എന്തായാലും 9 മണിക്ക് മുൻപായി തന്നെ ഇവിടെ എല്ലാം നിറയും. ഇപ്പോൾ തിരക്കായിട്ടില്ല, കാരണം എല്ലാവരും മുൻകൂട്ടി ബുക്ക് ചെയ്തവരാണ് സിനിമ കാണാൻ എത്തുന്നവർ. ഒപ്പം ഇന്ന് സിനിമയുടെ അണിയറ പ്രവർത്തകരും ഈ സിനിമ കാണാനായി ഇവിടേക്ക് എത്തും എന്നാണ് നമുക്കറിയുന്നത്. എന്തായാലും തിയോഫിൻ, മറ്റൊരു കാര്യം, ഏതാണ്ട് ഒരു പാൻ ഇന്ത്യൻ സിനിമ ആയതുകൊണ്ട് തന്നെ 3000 തിയേറ്ററുകളിലാണ് ലോകത്തൊന്നടങ്കം ഇത് റിലീസാവുന്നത്. അതുമാത്രമല്ല, ഇന്ന് കേരളത്തിൽ മാത്രം ഏതാണ്ട് 500 തിയേറ്ററുകളിലാണ് ഒറ്റയടിക്ക് റിലീസാവുന്നത് അല്ലേ? ആരെങ്കിലും, സെലിബ്രിറ്റീസ് ആരെങ്കിലും തിയേറ്ററുകളിൽ പടം കാണാൻ എത്തുന്ന വിവരം എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? തീർച്ചയായും, അതായത് ഏറ്റവും കൂടുതൽ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്ന ഒരു സിനിമ കൂടിയാണിത്. എന്നാൽ സിനിമയുടെ പ്രധാന താരങ്ങൾ സിനിമ കാണാനായി ഇവിടേക്ക് എത്തുമെന്ന് ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല. മമ്മൂട്ടി മോഹൻലാൽ എന്തായാലും ഇവിടെ സിനിമ കാണുന്നില്ല, കേരളത്തിൽ സിനിമ കാണുന്നില്ലെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ഇപ്പോൾ സിനിമയുടെ അണിയറ പ്രവർത്തകർ എത്തുമെന്ന് അറിയിച്ചിട്ടുള്ളത് എറണാകുളത്താണ്. എറണാകുളത്തെ വനിതാ തിയേറ്ററിൽ അണിയറ പ്രവർത്തകർ എത്തുമെന്ന് നമുക്കൊരു സൂചന ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവിടെ ഉള്ളത്.